എല്ലാ ദിവസവും രാവിലെയുള്ള ഇൻട്രാഡേ സ്റ്റോക്ക് അനലൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു റിക്കവറി മോഡിലാണുള്ളത്. ഡോ ജോൺസ്, അതേപോലെ S&P, നാസ്ഡാക്ക്. യൂറോപ്യൻ മാർക്കറ്റിൽ CSE മാത്രമാണ് ചെറിയൊരു നെഗറ്റീവിലുള്ളൂ. അതും പെട്ടെന്ന് തന്നെ പോസിറ്റീവിലേക്ക് മാറും. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 75 പോയിന്റ് അപ്പ് സൈഡിലാണുള്ളത്. അതേപോലെ ജപ്പാൻ മാർക്കറ്റ് നിക്കി 277 പോയിന്റ് ഡൗണിലാണ്. അതും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിലും. 23,950 ഒരു സപ്പോർട്ടുണ്ട്. അതേപോലെ 23,000 സപ്പോർട്ടാണ്. അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം സപ്പോർട്ട് തന്നെയാണ്. ഒരു റെസിസ്റ്റൻസ് എന്ന് പറയാനുള്ളത് ഇനി 24,200 നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്ന് മാർക്കറ്റ് 24,200 തന്നെ തിരിച്ച് കയറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ ഒരു 4 സ്റ്റോക്കുകളിൽ ആദ്യത്തെ ബജാജ് ഫിൻസർവ് ആയിരുന്നു. 1559 ഒരു സെൽ എൻട്രിയാണ്. സ്പോട്ട് റേറ്റ് 1563 ഉള്ളത്. 1559.65 ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ. 1557 നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടില്ല ഇന്നലെ ബജാജ് ഫിൻസർവിൽ. അടുത്തത് ജൂബിലി ഫുഡാണ്. അതിലും ഒരു സെൽ എൻട്രി ആയിരുന്നു. ഇന്നലെ ടോട്ടലി മാർക്കറ്റ് ഫസ്റ്റ് ഹാഫ് ഒരു അപ്സൈഡ് തന്നെയായിരുന്നു. നിഫ്റ്റി ഒരു 200 പോയിന്റോളം മുകളിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. പിന്നീടാണ് കുറേശ്ശെ താഴെ വന്ന അവസാനം ഒരു ചെറിയ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 582 ഒരു സെൽ എൻട്രിയാണ് നമ്മൾ പറഞ്ഞത്. ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 595. നമുക്ക് അതിലും ജൂബിലി ഫുഡിലും ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് ടാറ്റ കെമിക്കൽസ് 1054 ഒരു സെൽ എൻട്രിയാണ്. അതിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 1054 നമ്മുടെ ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 1543 അതേപോലെ 1536 എന്നിങ്ങനെ ടാർഗറ്റ് പറഞ്ഞ് നമുക്ക് അതിലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ITC ബൈ സൈഡാണ്. 488 ഒരു ബൈ എൻട്രിയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 486 പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 491.70 വരെ പോയിട്ടുണ്ട്. നമുക്ക് അതിൽ 488 ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. 491 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിരുന്നത്. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ കൊടുത്തതിൽ 2 നമുക്ക് പ്രോഫിറ്റും 2 എൻട്രി ലഭിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൻട്രി ലഭിച്ചിട്ടില്ലെങ്കിലും ട്രേഡ് എക്സിക്യൂട്ട് ആയതിനു ശേഷം സ്റ്റോപ്പ് ലോസ് ഹിറ്റാകാതിരിക്കുക എന്നുള്ളതൊരു പ്രധാന കാര്യം തന്നെയാണ്. നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു 4 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ന് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് റെയിൻബോ ആണ്. ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് റെയിൻബോ. ഇന്ന് ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1206 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് 1207 എൻട്രി എടുത്ത് പോകാം ബൈ സൈഡ്. സ്റ്റോപ്പ് ലോസ് 1198 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1214 ഫസ്റ്റ് ടാർഗറ്റും 1220 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കാം. സ്റ്റോക്ക് അതിന് മുകളിൽ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പരമാവധി സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് അപ്പോളോ ടയറാണ്. അപ്പോളോ ഹോസ്പിറ്റലാണ്. അപ്പോളോ ഹോസ്പിറ്റൽ ഒരു ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് സോണിലാണുള്ളത്. നമുക്ക് ഇന്ന് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ല ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേണും ചെറുതായിട്ട് ഫോം ആയിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6638 മതി. 6640 ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 6638 താഴെ 38 നമുക്ക് സെൽ എൻട്രി പോസിബിൾ ആണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് 6656 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 6619 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് 6600. ഷെയർ സ്റ്റോക്ക് അതിനും താഴെ വരാനുള്ള സാധ്യതയുണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് CSB ബാങ്കാണ്. CSB ബാങ്ക് നമുക്കൊരു ബൈ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇന്ന് ഈ ഒരു ട്രെൻഡ് ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ചാനൽ പാറ്റേൺ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. ഇതിന് മുകളിൽ നിന്ന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ
327 ഇപ്പോൾ 328 എൻട്രി എടുത്ത് പോകാം. സ്റ്റോപ്പ് ലോസ് 325.50 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 331.50 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് 333. ഫസ്റ്റ് ടാർഗറ്റ് 331 മതി കേട്ടോ. ഫസ്റ്റ് ടാർഗറ്റ് 331 ഈ സ്വിങ്ങിൽ വെച്ചാൽ മതി. സെക്കൻഡ് ടാർഗറ്റ് 333. CSB ബാങ്കിൽ 328 ബൈ എൻട്രി, 325.50 സ്റ്റോപ്പ് ലോസ്, 331, 333 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ റേറ്റ്സ് 684 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണുണ്ട് 695. അതുകൊണ്ട് നമുക്കത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 696 ബൈ എൻട്രി പോസിബിളാണ്. 696 ബൈ എൻട്രി പോകുമ്പോൾ നമുക്ക് 690 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 702, സെക്കൻഡ് ടാർഗറ്റ് 706 വരെ വയ്ക്കാവുന്നതാണ്. റേറ്റ്സിൽ 696 ഒരു ബൈ എൻട്രി, 690 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 702, 706 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആണെങ്കിൽ അദ്ദേഹവുമായി കൂടിയാലോചിച്ചുകൊണ്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വളരെയധികം അപകടകരമായ ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. ഒരുപാട് ബിഗിനേഴ്സ് ഒന്നും അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് യൂട്യൂബ് വീഡിയോകളും അതുപോലെ പ്രൊമോഷൻ വീഡിയോകളും അതുപോലെ TV ചാനലുകളിൽ ഓരോ ട്രേഡർമാരുമുള്ള അഭിമുഖമെല്ലാം ഒരു ബിസിനസ്സിൻ്റെ മറവാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതലും പൂർണ്ണമായും നോളജ് ഇല്ലാതെ ആരും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് എടുത്തു ചാടരുത്. ആദ്യം കുറച്ച് കാലത്തേക്കെങ്കിലും നിങ്ങൾ സൂക്ഷ്മമായി മാർക്കറ്റിനെ വീക്ഷിക്കുക. പേപ്പർ ട്രേഡ് പോലുള്ള ആപ്ലിക്കേഷനുകളിൽ ട്രേഡ് എടുത്ത് പരിചയപ്പെടുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രോപ്പറായ ഒരു ആത്മവിശ്വാസം വന്നതിന് ശേഷം മാത്രം റിയൽ മണി ഇട്ടുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു പങ്കും സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സും ഓപ്ഷൻ സെല്ലേഴ്സും വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. പുതിയ സെബി റൂൾസിൽ തന്നെ പറയുന്നത് ഓപ്ഷൻ ബയേഴ്സിനും സെല്ലേഴ്സിനെയും സംബന്ധിച്ചാണ് അവർ ഒരു 7 മെഷേഴ്സ് ഇറക്കിയിരിക്കുന്നത്. കൂടുതലും ലോസ് ചെയ്യുന്നത്, അതായത് ഹൗസ് ഹോൾഡ് ഇൻകമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന് നഷ്ടപ്പെടുന്നത്. വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.